ഹരേ കൃഷ്ണ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് രാജവിദ്യ രാജഗുഹ്യ യോഗത്തെ പറ്റി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ചാപ്റ്റർ 9, ശ്ലോക 29. യത് കരോഷി യത് അസ്നാസി യജ്ജുഘോഷി തദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ മദർപ്പണം. നീ എന്തു ചെയ്യുന്നുവോ, എന്തു നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഏതു സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ്റെയും കടമയാണിത്. ആത്മാവും ശരീരവും ഒന്നിച്ച് നിലനിൽക്കേണ്ടതായി എല്ലാവരും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നത് തനിക്കു വേണ്ടിയാവണം ആ കർമ്മമേതുമെന്നാണ്. ജീവിക്കാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണനു നിവേദിച്ച ആഹാരം സ്വീകരിക്കുകയല്ലേ നല്ലത്? സംസ്കാരം സിദ്ധിച്ച ഏതൊരാൾക്കും മതപരങ്ങളായ ചില അനുഷ്ഠാനങ്ങൾ നിറവേറ്റാനുണ്ടാകും. കൃഷ്ണൻ പറയുന്നു, അതെനിക്കു വേണ്ടി ചെയ്യുക. ഭിക്ഷാദാനത്തിലുള്ള വാസന ഏതു മനുഷ്യനിലുണ്ട്, അതെനിക്കു തരൂ എന്ന് കൃഷ്ണൻ പറയുന്നു. നേടിവച്ച മിച്ച ധനമത്രയും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായി കൊണ്ട് ഉപയോഗിക്കുക എന്നാണിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇന്ന് ജനങ്ങൾക്ക് ധ്യാനയോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്. ഈ യുഗത്തിൽ ഇത് പ്രായോഗികമല്ല. എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായി തീരും, സംശയമില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.